മാതാ അമൃതാനന്ദമയി ആദരിച്ച സർക്കാർ നടപടിയെ വിമർശിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. അമൃതവർഷം പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് ഷാജി ഉയർത്തിയത്. ആൾ ദൈവങ്ങളെ ആദരിക്കലല്ല മന്ത്രിയുടെ പണിയെന്ന് ഷാജിയുടെ പരിഹാസം. ദർഗയിൽ തുണി വിരിക്കുന്നതും മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ആദ്യം ഷാജിയുടെ പ്രതികരണം. വർഗീയത കൊണ്ട് കേരളത്തെ അങ്ങ് ആകെ പാടമറിക്കാൻ പോകുമ്പോ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ മന മാത്രമല്ല, അത് ദർഗയിൽ പോയി തുണി വിരിക്കുമ്പോഴും തെറ്റാണ്. അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. അതിരൂക്ഷമായ ഭാഷയിലാണല്ലോ KM ഷാജിയുടെ വിമർശനം പതിവ് പോലെ. പറയൂ. KM ഷാജി അതിരൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. അമൃതാനന്ദമയ്യെ സർക്കാർ ആദരിച്ച നടപടി ഒരു തരത്തിലും തന്നെ ശരിയായില്ല. അവരെ ആദരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അതൊരു സർക്കാരോ മന്ത്രിയോ ചെയ്യേണ്ട പണിയല്ല എന്നുള്ളതാണ് KM ഷാജി പറയുന്നത്. അവർ ഒരു ആൾദൈവമാണെന്നും KM ഷാജി ചൂണ്ടിക്കാണിക്കുന്നു. ഈ ദർഗയിൽ പോയി തുണി വിരിക്കലും അമൃതാനന്ദമയ്യെ ആദരിക്കലും തന്നെ സർക്കാരിന് യോജിച്ച ഒരു പരിപാടിയല്ല എന്നും KM ഷാജി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് KM ഷാജി. മുസ്ലിം ലീഗ് അമൃതാനന്ദമയി ആദരിച്ച നടപടിക്കെതിരെ ഇത്ര ദിവസമായി രംഗത്ത് വരാത്തൊരു ഘട്ടത്തിലാണ് KM ഷാജി സജി ചെറിയാനെതിരെയും ഒപ്പം തന്നെ സർക്കാരിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അമൃതാനന്ദമയിയെ എല്ലാം ഷാജി വിമർശിക്കുന്നത്, മറിച്ച് അത് സർക്കാരിന്റെ അത്തരം ഒരു നടപടിക്കെതിരെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ദുബൈയിൽ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച CH മുഹമ്മദ് കോയ സമ്മിറ്റിലാണ് ഷാജി ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇത്രയധികം വർഗീയത പടർന്നു പിടിക്കുന്ന ഒരു സമയത്താണ് സർക്കാർ പോയി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് എന്നും KM ഷാജി ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഒരു തരത്തിലും ശരിയായില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഷാജിയുടെ പക്ഷം. ഈ പരിപാടിയിൽ തന്നെയാണ് പാണക്കാട് സാദിഖലി തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.